2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗദീപ് ധൻഖർ ഇന്ന് കേരളത്തിലെത്തും. ശനിയാഴ്ച രാവിലെ 10:55ഓടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരിക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുക. തുടർന്ന് ഉപരാഷ്ട്രപതി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണത്തിന് പിന്നാലെ വലിയ മലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ രാവിലെ 11:30 നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജിയിൽ 12ാമത് ബിരുദദാന ചടങ്ങിലാണ് മുഖ്യ അതിഥിയായി അദ്ദേഹം എത്തുന്നത്. ഭാര്യ സുദേശ് ധൻഖറും അദ്ദേഹത്തിനൊപ്പമുണ്ടാകും. ബിരുദവും മികച്ച വിജയം നേടിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകളും ചടങ്ങിൽ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ISRO അധ്യക്ഷനും IIST ഗവർണിംഗ് ബോഡി ചെയർമാനുമായി S. സോമനാഥ്, ചാൻസലർ ഡോക്ടർ BN സുരേഷ്, ISD ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. ചടങ്ങിന് പിന്നാലെ ഉച്ചതിരിഞ്ഞ് 3:10ഓടെ കൊല്ലത്തേക്ക് യാത്ര തിരിക്കും. വൈകിട്ട് 5:30ഓടെ അഷ്ടമുടിക്കായലിൽ ബോട്ട് ക്രൂസ് നടത്തും. കൊല്ലത്ത് രാത്രി തങ്ങിയതിന് പിന്നാലെ ജൂലൈ 7 രാവിലെ 9 മണിക്ക് ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. തുടർന്ന് കേരള സന്ദർശനം പൂർത്തിയാക്കി നാളെ രാവിലെ 9:55 തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് വിവരങ്ങൾ. അതേസമയം ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് രാജസ്ഥാൻ സ്വദേശിയായ ജഗദീപ് ധൻഖർ. ഈ അടുത്ത കാലത്തായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ എതിർത്ത വിദേശ രാജ്യങ്ങളോട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രതികരിച്ചത് സമൂഹ മാധ്യമങ്ങളടക്കം ഏറെ ചർച്ച നേടിയ ഒന്ന് തന്നെയാണ്. ഡൽഹി മുൻ മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് US, ജർമ്മനി, ഐക്യരാഷ്ട്രസഭ പരാമർശങ്ങൾ പുറത്തുവന്നു. ഈ പശ്ചാത്തലത്തിൽ ഉപരാഷ്ട്രപതിയുടെ പ്രതികരണം ഉണ്ടാവുകയായിരുന്നു. അതായത് ശക്തമായ നീതിന്യായ വ്യവസ്ഥയുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും തുടർന്ന് ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഇദ്ദേഹം ഇത് സംസാരിച്ചത്. അതായത് നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. മദ്യനയ കേസിനെ പറ്റി ഒന്നും പരാമർശിക്കാതെയാണ് അവർ രംഗത്തെത്തുന്നത്. ശക്തമായ നീതിന്യായ വ്യവസ്ഥയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് ധൻഖർ വ്യക്തമാക്കിയത്. ജനങ്ങൾ ദേശീയതയുടെ പ്രതിബദ്ധരായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റുള്ളവരുടെ വേദവാക്യം കേട്ട് പ്രവർത്തിക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയതും. ഇത്തരം പരാമർശങ്ങൾക്ക് മറുപടി നൽകാൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ പഠിപ്പിക്കാൻ വരുന്ന രാജ്യങ്ങൾക്ക് യുവാക്കൾ ചുട്ട മറുപടി നൽകണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ശക്തമായ നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്നും വ്യക്തികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ രാജ്യം തയ്യാറല്ലെന്നും ധൻഖർ കൂട്ടിച്ചേർത്തു. നമ്മുടെ ശക്തമായ നീതിന്യായ വ്യവസ്ഥ, ജനാധിപത്യ സംവിധാനം എന്നിവയെപ്പറ്റി പ്രചരിക്കുന്ന തെറ്റായ പരാമർശങ്ങൾക്കെതിരെ നാം ജാഗരൂകരായിരിക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് അർദ്ധരാത്രിയും അവധി ദിവസങ്ങളിലും നമ്മുടെ ജുഡീഷ്യൽ സംവിധാനങ്ങൾ പ്രവർത്തിച്ച് പരാതിക്കാർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നത് ശരിയാണോ എന്നായിരുന്നു ധൻഖറുടെ ചോദ്യം. ചില വിഷയത്തിൽ നീതിന്യായ സംവിധാനത്തിന് അവരുടേതായ കാഴ്ചപ്പാടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ സർക്കാരിൻ്റെ നിലപാടിന് അനുകൂലമായിരിക്കണമെന്നില്ല. ഇത്തരം സംഭവങ്ങൾ നിരവധി തവണ നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും വിദേശ രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട മാർച്ച് 21 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 1 വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയായിരുന്നു. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയടക്കം ഡൽഹി ഹൈക്കോടതി തള്ളിയതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയേറിയ ഒന്നായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.